അസ്സലാമു അലൈക്കും. ബ്രെഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ ഒരു അടിപൊളി ബ്രെഡ് പുഡിംഗ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പുഡിങ്ങിനായിട്ട് 1/2 ലിറ്റർ പാല് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കണ്ടൻസ് മിൽക്കിന്റെ പകുതി ഭാഗം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് മാറ്റുക. പാൽ തിളപ്പിക്കാതെയും പാലിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടും ആക്കാം. പക്ഷെങ്കിൽ ഞാനിവിടെ പാൽ തിളപ്പിച്ചാണ് എടുക്കുന്നത്. പാൽ തിളച്ച് കഴിഞ്ഞ് ഇതിലേക്കായിട്ട് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് റൂം ടെമ്പറേച്ചറിൽ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ പുഡിങ്ങിലേക്കായിട്ട് ആവശ്യമുള്ള മറ്റൊന്നാണ് വിപ്പിംഗ് ക്രീം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം വാനില എസൻസ് 1 ടീസ്പൂൺ മതി കേട്ടോ ഒഴിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കേക്കിനുള്ള അത്രയും സ്റ്റിഫ് ആവണ്ട കേട്ടോ, ഐസ്ക്രീമിനൊക്കെ എടുക്കുന്ന അത്ര മതി. ഇതിലേക്കായിട്ട് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് ഇത് നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. പുഡിങ്ങിനായിട്ട് എടുക്കുന്ന ബ്രെഡ് ഫ്രഷ് ആയിരിക്കണം കേട്ടോ. ബ്രെഡിന്റെ 4 വശത്തുമുള്ള ബ്രൗൺ പാർട്ട് ഒന്ന് മുറിച്ച് മാറ്റണം കേട്ടോ. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്കായിട്ട് അല്പം ക്രീം ഇട്ട് കൊടുക്കുക. ഇത് എല്ലാ വശത്തും എത്തേണ്ട രീതിയിൽ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നേരത്തെ തിളപ്പിച്ച് വെച്ച പാലുണ്ടല്ലോ, കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ട് അത് നല്ല പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതിന്റെ മുകളിലായിട്ട് ക്രീം നല്ല പോലെ തന്നെ തേച്ച് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം. ഞാനിത് വിട്ടുപോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തോളുണ്ടോ. അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മുടെ ബ്രെഡ് വെക്കുക. ബ്രെഡ് മുഴുവനായും വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് പാലിന്റെ മിൽക്ക് മെയ്ഡിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ല പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് വീണ്ടും ക്രീം ഇട്ട് കൊടുക്കുക. നല്ല പോലെ തന്നെ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇതിന്റെ സൈഡിലൊക്കെ കുറേശ്ശെ ആയിട്ടുണ്ടാവും. അതൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് മാറ്റുക. ഈ ക്രീമിന് മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഈ വൈറ്റ് ചോക്ലേറ്റ് ആദ്യം ബ്രെഡിന്റെ ലെയർ വെച്ചപ്പോഴും ഇട്ട് കൊടുക്കണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിട്ടുപോയതാണെന്ന്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ അതൊരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അത് എന്തായാലും പ്രശ്നമില്ല. ഞാനിവിടെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതോടുകൂടി ഈ പുഡിങ്ങിന്റെ പണി പൂർത്തിയായി കേട്ടോ. ഇനി ഇത് നല്ല പോലെ തണുപ്പിച്ച് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി 4 മണിക്കൂറെങ്കിലും തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് കഴിക്കാനാവുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.